ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒന്നുമില്ലായ്കയിൽ നിന്ന് നീ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്ന്, നിന്മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്ന്. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാലും, ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ദൈവം ലേവി ഗോത്രത്തോട്, ലേവിയോട് ഒരു നിയമം, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിയമം മാറ്റിക്കൂടാ, അതിനൊരു മാറ്റവും വരാൻ പാടില്ല. കാലം എത്ര കഴിഞ്ഞാലും, നാളുകൾ എത്ര മുന്നോട്ട് പോയാലും, ലോകത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ദൈവം അവരോട് വച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക്, നിയമത്തിന് ഒരു ലംഘനവും വരരുത് എന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നാണ്. അതൊരാജ്ഞയാണ്, കൽപ്പനയാണ്. ദൈവം അവരോട് ആജ്ഞാപിക്കുകയാണ്. അതിനൊരു മാറ്റം വരാൻ പാടില്ല. നിയമത്തിന് മാറ്റം വരരുത് എന്നാണ്, വ്യവസ്ഥയ്ക്ക് മാറ്റം വരരുത്. ദൈവം ലേവിയെ തിരഞ്ഞെടുത്തത് തന്നെ അവരുടെ ഒരു ഭാഗ്യമാണ്. ലേവി ഗോത്രത്തിൽ അഹരോനെയും അഹരോൻ്റെ മക്കളെയും ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അവരുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. അത് തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റേതായിരുന്നു. ലേവിയെ ഞാൻ തന്നെ ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ഗോത്രം മുമ്പോട്ട് വന്നതല്ല. അഹ്റോനെയും മക്കളും ഞങ്ങൾ സ്വയമായിട്ട് ഈ ആലയത്തിനകത്ത് ശുശ്രൂഷിച്ചോളാം, ഞങ്ങൾക്കാണ് അതിന് പ്രാഗൽഭ്യം, യോഗ്യത, കഴിവ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നതുമല്ല. മറിച്ച് ഇതൊന്നും അറിയാതിരിക്കെ തന്നെ ദൈവം അവരെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ഈ ശുശ്രൂഷയിലാക്കി വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ലേവി ഗോത്രം വിശേഷപ്പെട്ടൊരു ഗോത്രമാണ്. ലേവി ഗോത്രത്തിൽ തന്നെ അഹ്റോനും മക്കളും അവരുടെ ഇടയിൽ തന്നെ പിന്നെയും വിശേഷതയുള്ളവരാണ്. കാരണം അവർ ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അവർക്കൊരു വ്യവസ്ഥ കൊടുത്തു, നിയമം കൊടുത്തു. അത് ലേവിക്കോ അഹ്റോന് കുടുംബത്തിനോ അവരുടെ ഇഷ്ടത്തിനോ ഒത്തവണ്ണം മാറ്റിമറിക്കാനായിട്ട് അനുവാദമില്ല. ഇപ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തതും ദൈവമാണ് ആക്കി വെച്ചതും ദൈവമാണ് വ്യവസ്ഥകൾ നൽകിയതും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടതിന് മാറ്റം വന്നു? ഇപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ നിയമം നിലനിൽക്കണം. അത് ദൈവത്തിൻ്റെ ആജ്ഞയാണ്. അപ്പോൾ അത് നിലനിന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ ദൈവം പറയുന്നത്? അതിന് പ്രാധാന്യം കൊടുത്തില്ല. ലേവി ഗോത്രം, അഹ്റോന്യ ഗോത്രം ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തി. ദൈവത്തിൻ്റെ
ഈ കൽപ്പന പ്രമാണിക്കുന്ന കാര്യത്തിൽ, അത് അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ, അങ്ങനെ തന്നെ ചെയ്യുന്ന കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച വരുത്തി. രണ്ട് കാര്യം ഇവിടെ ദൈവജനത്തോട് സൂചിപ്പിക്കാനായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പ് വിലയേറിയതാണ്. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ കൃപയാലത്രോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നമ്മൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ കൃപയാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാ. അത് എന്നെ നീ തിരഞ്ഞെടുക്കണമേ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്കതിന് യോഗ്യത ഉണ്ടായിരുന്നത് കൊണ്ടല്ല. പിന്നെയോ അവിടെ വായിക്കുന്ന ആരും പ്രശംസിക്കാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് പോലും ദൈവസന്നിധിയിൽ എൻ്റെ മിടുക്കുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ സ്വർഗത്തിന് അവകാശിയായത്, മകനായത്, മകളായത് എന്ന് പറയാൻ യാതൊരുവിധ അവകാശവുമില്ല. കാരണം അതും ദൈവത്തിൻ്റെ ദാനം. ഇപ്പം രക്ഷ ദൈവത്തിൻ്റെ ദാനം, തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ അനുഗ്രഹം. മാത്രമല്ല, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാനൊരു പടി കൂടി കൂട്ടിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതും ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ മഹാദയ. അപ്പോൾ ദൈവം നമ്മളെ സഭയിലൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മൂപ്പനാകാം, ശുശ്രൂഷകനാകാം, സുവിശേഷകനാകാം, മറ്റേതെങ്കിലും ഒരു ശുശ്രൂഷയാകാം, ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാകാം, അല്ലെങ്കിൽ മറ്റെന്ത് ശുശ്രൂഷയും ആയിക്കോട്ടെ. അപ്പോൾ അതെല്ലാം ദൈവം തൻ്റെ കൃപയാൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചതാ. അപ്പോൾ അവിടെ ഒന്നും അഹങ്കരിക്കാനായിട്ടില്ല. എന്നാൽ നാം പ്രമാണം വിട്ടു പോകരുത്, വ്യവസ്ഥ വിട്ട് മാറിപ്പോകരുത്. നമുക്കുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കണം. പ്രമാണം വിട്ട് മാറി നമുക്കിഷ്ടമുള്ളത് ചെയ്യുന്നത് ദൈവസഭയ്ക്കും ദൈവത്തിനും ചേർന്നതല്ല. അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മെ വിളിച്ചവൻ, നമ്മെ തിരഞ്ഞെടുത്തവൻ, നമ്മെ ആക്കി വെച്ചവൻ അത് ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, കൃപയാൽ നമ്മളെ വിളിച്ചു എന്നുള്ളതിൽ നാം ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. രണ്ട്, നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിൽ, നമ്മെ ആക്കി വെച്ചതിൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യണം. അപ്പോൾ എന്നെ ആക്കി വെച്ച ദൈവമേ നിനക്ക് സ്തോത്രം. ആകയാൽ നിൻ്റെ ഇഷ്ടം പോലെ, നിൻ്റെ ഹിതപ്രകാരം നീ എന്നെ ആക്കി വെച്ച ശുശ്രൂഷ അതേറ്റവും ഭംഗിയായി നിറപടിയായി ഞാൻ നിവർത്തിച്ച് ജീവിക്കും. അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കും എന്ന് പറയാൻ, അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇപ്പം ലേവിയോടുള്ള എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായം അതിൻ്റെ 7 വാക്യം വായിക്കുമ്പോൾ, 6-7 വാക്യം, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ സകല മ്ലേച്ഛതകളും മതിയാക്കുവിൻ. അവിടെ പറയുക, നിങ്ങളെൻ്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിലിരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മ്ലേച്ഛതകൾക്കും പുറമെ നിങ്ങൾ എൻ്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ചെയ്ത മ്ലേച്ഛതകൾക്ക് പുറമെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന്. എന്താ നിയമലംഘനം അവർ നടത്തിയത്? ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ ഇന്ന് ഇരിക്കുന്നവർ ദൈവത്തിന് ഇഷ്ടമല്ലാത്തവരാണ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തവർ. ഇത് പറയുന്നത് അവിടെ പറയുകയാണ്, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ സകല മ്ലേച്ഛതകളും മതിയാക്കുവിൻ. നിങ്ങളുടെ സകല മ്ലേച്ഛതകളും മതിയാക്കുവിൻ. എൻ്റെ ആലയത്തെ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയും. ദൈവത്തിൻ്റെ ആലയം, ആ ആലയത്തെ
ഇസ്രായേൽ ജനം അവരുടെ മ്ലേച്ഛതകൾ കൊണ്ട് അശുദ്ധമാക്കി. എന്താ മ്ലേച്ഛത അവർ ചെയ്തത്? അവർ ചെയ്ത കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ മ്ലേച്ഛത, ഒന്ന് അവർ മ്ലേച്ഛത ചെയ്തു, രണ്ട് ഇങ്ങനെയുള്ള നിയമലംഘനം കൂടി നടത്തി. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിലും അതേ കാര്യം തന്നെയല്ലയോ പറയുന്നത്? ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ ആലയത്തെ അശുദ്ധമാക്കി, ഞാൻ നിങ്ങളുടെ വഴിപാടിലും നിങ്ങളുടെ ഒരു കാര്യത്തിലും പ്രസാദിക്കുന്നില്ല. ദൈവം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം ദൈവാലയത്തെ അശുദ്ധമാക്കുന്നവരാണ്. നാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയമത്തെ ലംഘിച്ചിട്ട് യാതൊരു മടിയും ഹൃദയത്തിനും മാംസത്തിനും അഗ്രചർമ്മമില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കീറാതെ വിശുദ്ധമായിട്ടല്ലാതെ നാം നമുക്ക് ഇഷ്ടമുള്ള പോലെ നടന്നിട്ട് നാം ദൈവസന്നിധിയിൽ വരുന്നവരാണോ? നമുക്ക് തോന്നുന്ന മ്ലേച്ഛതകളെല്ലാം പ്രവർത്തിച്ചിട്ട് ദൈവസഭയിൽ വരുന്നവരാണോ? നിയമത്തെ ലംഘിക്കുന്നവരാണോ? വചനത്തെ ലംഘിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം എത്ര സങ്കടപ്പെടുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ ചോദിക്കുക, എൻ്റെ ദൈവമേ, നീ എനിക്ക് തന്ന നിയമം ഞാൻ പാലിക്കുന്നുണ്ടോ? അത് പാലിക്കാൻ എന്നെ സഹായിക്കണമേ. ഞാനൊരിക്കലും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനോ, ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നവനോ, ദൈവത്തോട് വിരോധമായി പ്രവർത്തിക്കുന്നവനോ, തോന്നുന്ന പോലെ മ്ലേച്ഛമായി ജീവിക്കുന്നവനാകാൻ ഇടവരാതെ എനിക്ക് അവിടുന്ന് കൃപ തരണേ, ബുദ്ധി തരണമേ. നിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളും മനസ്സിലാക്കി അതിനൊത്തവണ്ണം ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ജീവിക്കാൻ നമുക്ക് ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഭോജനം വീണ്ടും നീജപാവിയനിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങൾ. മോചനം വീണ്ടും ജനനം നീജപാവിയനിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങൾ. നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടും.